എന്റെ അമ്മേ. ദൈവമേ രക്ഷിക്കണേ. തീയുണ്ട്, അത് കെട്ടിട്ടില്ല, അത് പൊട്ടു സാറേ. ഒന്നൊതുങ്ങിയേ. ആൾക്കൂട്ടത്തിനിടെ കതിര പൊട്ടിക്കുന്നേ. ഓട്ടോറിക്ഷ എങ്ങോട്ടാ സാറേ? ഗാന്ധി പാർക്ക്. ക്ലാസ് പൊട്ടിയിരിക്കുമല്ലോ സാറേ. അതാണ് ഇപ്പോഴത്തെ ഫാഷൻ. റോഡിൽ എന്തൊരാൾക്കൂട്ടല്ലേ. നഗരത്തിന്റെ ഒരു വളർച്ചയെ ഇരുവശത്തും അമ്പരചുംബികളായ എന്തുമാത്രം കെട്ടിടങ്ങളാണ് അല്ലേ? അതെ സാർ. എന്താണോ കണ്ടൂടെ? രാവിലെ വരും ഓരോന്ന് വണ്ടിയുടെ പുറകെയാണ്. ഗാന്ധി പാർക്ക് എത്തിയല്ലേ? അത് കണ്ടാലറിയില്ലേ? എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ചാർജ് എന്തായി? 40 രൂപ. മീറ്ററിൽ അത്രയും ഇല്ലല്ലോ. അതിന് മീറ്ററേ ഇല്ലല്ലോ. അതെ, പക്ഷെ ഇനി മീറ്റർ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 10, 20. ഇതും 20ന്റെ നോട്ടാണേ. 40 രൂപ. നന്നായി വരട്ടെ. ഗാന്ധി പാർക്ക്. ഗാന്ധി പാർക്ക്. ഹലോ സാർ കയറിക്കോ. ഇന്നൊരു വഴിത്തിരിവിൽ എത്തുകയാണ്. എത്രയായി? 5 രൂപ. വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന
പോട്ടെ. പോരെ 5 രൂപയൊക്കെ മതി. അതിന് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ പറയാൻ എനിക്ക് ആളുണ്ടേ. ഇതുപോലെ പൊല്ലാപ്പായല്ലോ. ചീത്ത പറഞ്ഞാൽ അടിച്ചിന് ചൗക്കുറ്റി ഞാൻ പൊട്ടിക്കും. ആര് ചീത്ത വിളിച്ചു? ഇങ്ങനെ ചെവി കേട്ടോ. ആ അത് തന്നെ, ചൗക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും. ആ പറ്റിക്കാൻ നോക്കല്ലേ. നിരവധി വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു പ്രസ്ഥാനം. അതിലൂടെ മാത്രമേ ഏത് പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രത്യേകമായ കഴിവ് മാത്രമല്ല ഇവിടെ പരിഗണിക്കേണ്ടത്. പണ്ടും വ്യക്തികൾ പ്രസ്ഥാനങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്. അന്നൊന്നും പ്രസ്ഥാനം തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ പാർട്ടി എന്ന But I don't know. I wish they'd held it in a bigger auditorium. It's No, so it was okay. crowded. I like it. കൂട്ടായ പരിശ്രമങ്ങളിൽ Yeah, yeah. നമ്മൾ എല്ലാം തോൽപ്പിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. Sir, what are you ഹലോ doing? ആരാ Sir, this is a private conversation. ഞാൻ ഇരിക്കുന്ന സ്ഥലം Go away. This is our place. Please. ഞങ്ങള് Come on, leave. I'm tired of being bothered. Thank you. Go over to that corner. This is our little bench here. Please, that way. അത് ഞാൻ അവളോട് അന്നേ ചോദിച്ചതാ. ഇതോടെ ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. അയ്യോ ഇതിനൊക്കെ ഇരിക്കാൻ വേറെ സ്ഥലം. അയ്യോ ചേട്ടൻ, ബാലനോ, നീ എന്ത് ചതിയാ ബാല ചെയ്തത്? ഞാൻ എത്ര നേരം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നു. ചേട്ടൻ പിൻവാതിരി കൂടി കൂളായിട്ടങ്ങ് നടന്നുപോയി. ഞാൻ മുൻവശത്ത് വെച്ച് പിള്ളച്ചേട്ടനുമായിട്ട് 1/2 മണിക്കൂർ യുദ്ധം ചെയ്തിട്ടാ രക്ഷപ്പെട്ടത്. പിന്നെ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോ ചേട്ടൻ അവിടെ ഇല്ല. അയ്യോ ഇതെങ്ങനെ നനഞ്ഞു? ഗാന്ധി പാർക്കാണെന്ന് കരുതി ഞാൻ നേരെ കടലിലേക്ക് ഇറങ്ങി. കടയിലിറങ്ങിയാൽ എങ്ങനെ നനയും? കടയിലല്ല, കടലിൽ. ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ പറ്റിച്ചതാ. അയ്യോ ഗ്ലാസും പൊട്ടിയല്ലോ. ഇന്ന് പൊതുവേ ഒരു നല്ല ദിവസമല്ല. 3 സ്ഥലത്തുനിന്ന് അടി കിട്ടി. അത്രയല്ലേ കിട്ടിയുള്ളൂ. ഭാഗ്യമെന്ന് കരുതിയാ മതി. ആ, കണ്ണ് കാണാഞ്ഞാ കണ്ണ് കാണാത്തവനെ പോലെ നടക്കാൻ പഠിക്കണം. ഇനിയെങ്കിലും എന്റെ കൺവട്ടത്തുനിന്ന് വിട്ടു പോകരുത്. ആ. ആ ഒന്ന് നിന്നേ. ബാല, പിള്ളച്ചേട്ടൻ എന്തിനാ ഇത്ര നേരത്തേക്ക് പോന്നേ? പാതിരാകാൻ ഇനിയും സമയമുണ്ടല്ലോ. പാതിരിയോ? ഏത് പാതിരി? പാതിരിയല്ല, പാതിര. ഞങ്ങളെ കറങ്ങി കറങ്ങി മടുത്തു, അതുകൊണ്ടാ ഇങ്ങ് പോകുന്നത്. ദേ ഇത് കണ്ടോ, കാലത്ത് നിന്റെ പുറകെ ഓടിയതാ. എന്റെ നട്ടലിൽ വിളിക്ക് ഒടുക്കം ബെൽറ്റ് ഇട്ടു. വയസ്സും പ്രായവും നോക്കാതെ ഇങ്ങനെ പുറകെ ഓടരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിള്ളച്ചേട്ടാ. നിങ്ങൾ നോക്കാനും ശ്രദ്ധിക്കാനുമാ നിങ്ങളുടെ അച്ഛൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധിച്ചോ, പക്ഷെ പുറകെ ഓടരുത്. ഓ ഇത്തവണ ഇടിച്ചില്ല, ദൈവം കാത്തു. കാപ്പി ഇപ്പൊ വേണ്ട, വഴിന്ന് കുടിച്ചു. ആ കാപ്പി ഇന്ന് അച്ഛന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ബാല. ബാല, ബാല. ആ, കൈക്ക് പിടിക്കണ്ട, ആവശ്യത്തിന് ഇഡ്ഡലി ഉണ്ട്. ആനാന്ന് പറയുമ്പോ ചേനാന്ന് കേൾക്കുന്ന ഇവനെ കൊണ്ട് തോറ്റു. അച്ഛൻ എവിടെയെന്നാ ചോദിച്ചത്? അച്ഛനും തികയും. എടാ കഴുതേ, എന്താ? അച്ഛൻ പോയോന്ന്? അച്ഛൻ പോയോന്ന്? അച്ഛൻ പോയിട്ടില്ല. ഇന്നലത്തെ സംഗതി വല്ലതും പിള്ളച്ചേട്ടൻ പറഞ്ഞു കാണുമോ? ഏയ് അതിനുള്ള ധൈര്യമൊന്നും അയാൾക്ക് കാണത്തില്ല. ഇന്നലെ കടലിൽ ചാടിയപ്പോഴാ ഞാൻ ഓർമ്മിച്ചത്, ഇന്ന് നമുക്ക് ഒരു വള്ളത്തിൽ കയറണം. വെള്ളം അടിക്കാനോ? ശരി അടിക്കാം. വെള്ളമല്ല, വള്ളം. ഓ വള്ളം. ആ, അതിൽ കയറി നമുക്കൊന്ന് കടലിൽ പോണം. എന്തിനാ? ചാടി ചാവാനാണോ? ചാവാം, പക്ഷെ അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടും. ഇന്നലത്തെ പോലെ അച്ഛൻ പോയ ഉടനെ നമുക്ക് ഇവിടുന്ന് കടക്കാം, നേരെ കടപ്പുറത്തേക്ക്. എന്നിട്ട് വള്ളത്തിലോ ബോട്ടിലോ കയറി കുറേ നേരത്തേക്ക് ഒരു കടൽ യാത്ര. എങ്ങനെ? പിള്ളച്ചേട്ടന്റെ കണ്ണ് വെട്ടിക്കാനുള്ള ഒരു പദ്ധതി നീ ആലോചിച്ചാ മതി. അച്ഛനെന്താ നിൽക്കുന്നത്? ഇഡ്ഡലി കഴിക്കൂ. അച്ഛാ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കടലിൽ കൂടെ എവിടം വരെ പോവും? കുറച്ച് ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങ് മിഡിൽ ഈസ്റ്റിലെത്താം, ഗൾഫിൽ. അവിടം വരെ പോകുന്നോ? അച്ഛാ അത് എപ്പോഴെങ്കിലും അച്ഛന്റെ കൂടെ ഒരു കടൽ യാത്ര, അല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ? അല്ല, ഇന്നലെ 2 ആളും പുറത്തു പോയെന്ന് പറഞ്ഞല്ലോ, അത് ഏത് അച്ഛൻ്റെ കൂടെയാ? ഞാനല്ല, ചേട്ടനാ പോയത്. എടാ ബാല, ചതിയാ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഓഫീസിൽ ചെന്നാലും സ്വസ്ഥതയില്ല. ഓരോ ദിവസവും 2 ആളെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുള്ള ടെൻഷനാ. ഇപ്പൊ ഉള്ള സങ്കടത്തിന് പുറമെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? അച്ഛാ വീട്ടിൽ എത്ര നേരം ഇരിക്കും? ഇവിടുന്ന് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങ് പോവും. പിന്നെ ഒരു ദിവസം തീരാൻ എത്ര മണിക്കൂറുണ്ട്? പിള്ളച്ചേട്ടന്റെ മുഖം എത്ര എന്നും പറഞ്ഞ് കണ്ടോണ്ടിരിക്കും. പുറത്തിറങ്ങിയാൽ ആളുകളുടെ ശബ്ദം കേൾക്കാം, വാഹനങ്ങളുടെ ഇരമ്പൽ കേൾക്കാം, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം, പല പല കാഴ്ചകൾ കാണാം. ഞങ്ങൾക്ക് അത്രയും നേരം ഞങ്ങളുടെ വിഷമങ്ങൾ മറക്കാം അച്ഛൻ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉച്ചയ്ക്ക് 2 മണി. അതിനിടയിൽ പാട്ട് കേൾക്കുകയോ ഐസ്ക്രീം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. പാർക്ക് വിട്ട് പുറത്തു പോകാൻ പാടില്ല. 2 മണിക്ക് ഇതേ സ്ഥലത്ത് ഇതേ കാറ് വന്ന് നിന്ന് ഹോൺ അടിക്കുമ്പോൾ 2 പേര് ഇതേ ഷേപ്പിൽ ഇതേ സ്ഥലത്ത് ഹാജരായിരിക്കണം. അച്ഛൻ ധൈര്യമായിട്ട് പോകും.
ചേട്ടനെ നിയന്ത്രിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ബാലനെ ഞാൻ ഇറങ്ങാൻ സമ്മതിക്കില്ല അച്ഛാ. പരസ്പരം നിയന്ത്രിക്കണമെന്നില്ല, രണ്ടുപേർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നാ മതി. ശരി. വാ. കുറെ നേരം ആയല്ലോ, താൻ എന്നെ എങ്ങോട്ടായി കൊണ്ട് പോകുന്നത്? കുതിരല്ലേ, പിടി വിട്ടാ പിന്നെ ചേട്ടനെ കിട്ടൂല. കൂടെ നിന്നാ മതി. അയ്യോ, ചേട്ടൻ എങ്ങനെ താനായി? ചേട്ടന്? ഞാൻ നിന്റെ ചേട്ടന്? തനിക്ക് എന്താ കണ്ണ് കാണാൻ മേലെ? അതെ, കണ്ണ് കണ്ടുകൂടാത്ത ചേട്ടൻ എന്തിയേ? ഒന്ന് പോണോ അവിടുന്ന്? താൻ കുറെ നേരം ആയല്ലോ ബലാത്കാരമായിട്ട് കയ്യും പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പൊ ചേട്ടനെ ഉണ്ടാക്കി കൊടുക്കണം പോലും. ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് ഒരു രസവുമില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ചേരം ഇരിക്കാം. ചേട്ടന്റെ ഇഷ്ടം. നീ എന്താ ശബ്ദം മാറ്റി സംസാരിക്കുന്നത്? ജലദോഷമാ ചേട്ടാ, ചിലപ്പോ തണുപ്പ് കൊണ്ടിട്ടാവും. കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഏതായാലും നീ വാ, ഉച്ചവരെ സമയമുണ്ടല്ലോ. ജലദോഷമൊക്കെ നമുക്ക് മാറ്റാം. വഷള, കിട്ടിയതൊക്കെ ഇതാണ് പരിപാടിയല്ലേ? ബാല, നീ ഏതാടി പട്ടാപ്പകൽ ആണുങ്ങളെ വല വീശാൻ നടക്കുന്നു? ബാല, അപ്പോ അത് നീയല്ലായിരുന്നോ? എന്നെ വെറും പൊട്ടനാക്കല്ലേ. ഇങ്ങോട്ട് പോ. ബാല, ഞാൻ സത്യമായിട്ടും കൈമാറിപ്പോയത് ഞാൻ അറിഞ്ഞില്ല ബാല. ഞാൻ വിശ്വസിക്കില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, കുടുംബത്തിന്റെ മാനം ചേട്ടൻ കളഞ്ഞു കുളിക്കരുത്. ഈശ്വര, ഞാനിത് എന്ത് പറഞ്ഞവനെ മനസ്സിലാക്കും? ഇനി ഒന്നും പറയണ്ട. പെണ്ണിന്റെ മണമുള്ള ഒരു സ്ഥലത്തും ചേട്ടനെ നിർത്താൻ കൊള്ളത്തില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് അച്ഛൻ നമ്മളെ കൊണ്ടുവിട്ട സ്ഥലത്തെത്തും. മദ്യം മണത്താൽ ഇന്ന് കിട്ടിയ സ്വാതന്ത്ര്യം ഇന്നത്തോടെ തീരും. എന്നെ നീ ഒരു സ്ത്രീലമ്പടനായി കണക്കാക്കിയില്ലേ? എനിക്കത് താങ്ങാൻ പറ്റില്ല. ഇന്ന് ബോധം കിടന്നു വരെ ഞാൻ ഇവിടെ ഇരുന്ന് കുടിക്കൂടാ. ചേട്ടാ, വിടാ. സോറി. എല്ലാ ബാറും കവർ ചെയ്തുള്ള വരവാ. ഒന്ന് ഒതുങ്ങി. ഒരു ബിയറും ഒരു ഗ്ലാസും. ഗ്ലാസ് 2 ആയിക്കോട്ടെ. ആ, ഒരു ലാർജൂടെ. ഒരു 1.5 കൂടെ. അവിടെ ആരാടാ എന്നെ തള്ളിയത്? ഇടിച്ചു നിന്റെ. അടുത്തേക്ക് വേടാ, അടുത്തേക്ക് വേടാ. ചേട്ടാ ലെഫ്റ്റ് ലെഫ്റ്റ്. റൈറ്റ് റൈറ്റ്. ചേട്ടാ ലെഫ്റ്റ് ലെഫ്റ്റ്. റൈറ്റ് റൈറ്റ്. ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റ് അടി. റൈറ്റ് അടി. ലെഫ്റ്റ് അടി. റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ലെഫ്റ്റിലാണ് റൈറ്റിലാണ്. നിർത്തണം. അയ്യോ, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത് നിങ്ങൾ ശാരീരിക വൈകല്യം ഉള്ളവനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. മദ്യപിക്കുക, തെണ്ടിപ്പിള്ളേരെ പോലെ ബഹളം ഉണ്ടാക്കുക, പോലീസ് ഇൻസ്പെക്ടറെ തല്ലുക, ഇതൊന്നും വൈകല്യം കൊണ്ട് സംഭവിച്ചല്ലോ. ഒടുവിൽ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. അച്ഛാ, ഞങ്ങൾ പറയുന്നത് മിണ്ടരുത്. തന്തയ്ക്ക് അപമാനം ഉണ്ടാകുന്ന കാര്യമാണെന്ന് അറിഞ്ഞില്ലട്ടും നിങ്ങളത് ചെയ്തു. അപ്പൊ ഈ വൈകല്യം നിങ്ങൾക്ക് ദൈവം അറിഞ്ഞു തന്നതാ. എന്തിനാ നോക്കി നിൽക്കുന്ന? പോയണ്ട മുമ്പ് ഇന്ന്. അച്ഛാ, നോ, എനിക്ക് നിങ്ങളെ കാണണ്ട. കാക്കിച്ചേട്ടാ,
അകത്തുണ്ടോ? മുതലാളി അകത്തുണ്ട്. മുതലാളിയല്ല, നായ അകത്തുണ്ടോന്ന്. ഉണ്ടല്ലോ. കക്ഷി എന്ത് ചെയ്യുന്നു? ഉറക്കവാ. നല്ല ഉറക്കമാണോ? ഊർക്കം വലിച്ചുറക്കവാ. അയ്യോ, ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടിയുടെ ക്ഷീണം കൊണ്ടായിരിക്കും. നിക്ക് നിങ്ങളെ പോലുള്ളവർക്കുള്ള ഷെയർ മുതലാളി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ പിച്ചക്കാരനല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഇവിടുന്ന് ഒരു എഴുത്ത് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. സോറി, കണ്ടപ്പോ ഒരു തെണ്ടിയെ പോലെ തോന്നി, അതുകൊണ്ടാ. മുതലാളി അകത്തുണ്ട്, ചെന്നാട്ടെ. നില്ല്. വെളുപ്പം രാവിലെ എന്റെ നേർക്ക് നീട്ടിയ നാണയമില്ലയോ, അതെന്റെ തന്നെ ഇരുന്നോട്ടെ. ഇനി എന്നേ വാലടച്ചേരെ. നമസ്കാരം. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എന്നെ പിച്ചക്കാരനാക്കല്ലേ പിള്ളേണ്ണ. അയ്യോ, കുട്ടികളെ നോക്കാൻ വേണ്ടി അന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ? ഓ, പിള്ളച്ചേട്ടന്റെ വകയല്ല അനിയെന്ന് പറഞ്ഞത്. എന്താ പേര്? കൃഷ്ണൻകുട്ടി. സ്വദേശം? തൃപ്പൂണിത്തുറ. എന്തായിരുന്നു പണി? ഉദംപൂരിൽ മിലിറ്ററി മെയിൽ നഴ്സായിരുന്നു. കുടുംബ പ്രശ്നം കാരണം പണി വിട്ടിങ്ങി നാട്ടിലേക്ക് പോന്നു. പണ്ടത്തരമായി പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ആ, ശമ്പളമൊക്കെ പിള്ളച്ചേട്ടൻ തീരുമാനിച്ചോളൂ. താമസം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഓ, ഇവിടെ ആ, പിന്നെ സ്വല്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യരുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആ കാരണം പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് കളയരുത്. ആ, എന്തായാലും വൃത്തിയും മെനയായിട്ടൊക്കെ നടക്കണം. ആ, പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. താനൊന്ന് ശ്രമിച്ചു നോക്ക്. ആ കാര്യത്തെക്കുറിച്ച് സാറ് വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം. പിള്ളച്ചേട്ടാ, ഇതോ കുട്ടികളൊന്ന് പരിചയപ്പെടുത്തി. അകത്തേക്കല്ല, ചെല്ല്. ഇത് വാങ്ങിക്കേ. ഓ, ഇത് സിനിമ ടാക്കീസ് ആണോ വീടാണോ? വീട് തന്നെ. കുട്ടികൾ മുകളില. എന്താ താഴെ സൗകര്യമില്ലേ? അവർക്ക് സൗകര്യമില്ല. വാ. മുലകുടി മാറാത്ത കുട്ടികളായിരിക്കും. 2 നിപ്പിൾസ് ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ഇതങ്ങനെ കുട്ടികളൊന്നുമല്ല, പ്രായപൂർത്തിയായവരാ. അടൽസ് ഉള്ളിയോ? അവരെ നോക്കാൻ എന്തിനാ ആള്? പട്ടാണോ? വട്ടല്ല, വൈകല്യം. ഹാൻഡിക്രാഫ്റ്റ്. സാറിന്റെ ഒരു വിധി. മൂത്ത മകൻ ജന്മനാണ് ബ്ലിൻഡ്. ഇളയവന് 12 വയസ്സുള്ളപ്പോ ഒരു കാർ ആക്സിഡന്റിൽ ഭാര്യ മരിച്ചു. ഇളയവന്റെ കേൾവിയും പോയി. തലക്കടിയേറ്റ് ഞരമ്പേതോ മുറിഞ്ഞാണത്രേ. എത്ര കാശാ വാരിക്കോരി ചെലവാക്കിയതെന്നറിയാമോ? ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. എന്നിട്ടെന്താ? കാഴ്ചയും കേൾവിയും ഒരിക്കലും തിരിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. കഷ്ടം. സാറാണെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പുവർ ഫാദർ. എന്നാ അവറ്റകളോ കണ്ണു തെറ്റിയാൽ വെളിയിച്ചാടും. ബ്ലഡി ഫെലോസ്. പാവം സാർ. എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. ഇനിയിപ്പൊ അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ നീയാ. ഈ 2 കാര്യങ്ങളും ഞാൻ ഏറ്റു. നിയന്ത്രണവും നേർവഴിയും. ഒരാള്. നമസ്കാരം. ഉണ്ണി, ഞാനൊരു കൃഷ്ണൻകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ സഹായത്തിന്? ആ ആളാണിത്. ഇങ്ങനെ ചെവിക്കകത്ത് തലറിയിട്ടാണോ ഇയാള് സഹായിക്കുന്നത്? ഓ, ഇയാളാണ്. ഏതാളാണ്? ഒന്നുമില്ല, ക്ഷമിക്കണം, തെറ്റിദ്ധരിച്ചതാണ് ഞാൻ. ഇതാണ് ബാലൻകുഞ്ഞ്. ശരി. ഒട്ടും കേട്ടൂടെ? പക്ഷേ പരിചയമുള്ളവരുടെ ചുണ്ടനക്കം കണ്ടാൽ ബാലൻകുഞ്ഞിന് ഒട്ടനെ മനസ്സിലാവും. ഓ, ചെണ്ടക്കാരനാണല്ലേ? ഒട്ടും കേട്ടൂടാ. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 1, മൊത്തത്തിലുള്ള നിയന്ത്രണം. 2, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്യും, എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി. എക്സ്റേ നോക്കിയിട്ട് ഡോക്ടർ രോഗിയോട്, എന്താണ് ഹേ, നിങ്ങളുടെ വയറ്റിൽ കുറെ ടീസ്പൂണുകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ രോഗി, ഡോക്ടറല്ലേ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും ഓരോ ടീസ്പൂൺ വീതം കഴിക്കണമെന്ന്. ഇതൊന്നുമല്ല, നല്ല അസല് നമ്പറുകൾ വേറെ ഉണ്ട്. ഓരോന്നായിട്ട് ഇറക്കി വിടുണ്ണി. ഇനി അടുത്ത തമാശ ഞാൻ പറയാം കേട്ടോ. അത് വേണ്ട, ഞാനിപ്പോ ഒരെണ്ണം പറഞ്ഞല്ലോ, ഇനി ചേട്ടൻ ഒരെണ്ണം പറ. അയ്യോ, അത് തന്നെയാണ് പറഞ്ഞത്. തമാശ ഇനി വേണ്ട. ഇവർക്ക് ചിരിക്കാൻ വയ്യെന്ന്. പാട്ട് പാടാൻ അറിയാവോ? അയ്യോ, എനിക്കറിയില്ല. പാർട്ടി ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ, അതിന് തീരാൻ എത്ര നേരം കഴിയും? അയ്യോ, പാർട്ടി അല്ല, പാട്ട് പാടാൻ അറിയാമോ? പാട്ട്, അതിന് പാർട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പാട്ട് ഞാൻ പാടാം. മനുഷ്യ, ഹേ മനുഷ്യ, വലിച്ചെറിയൂ നിന്റെ മുഖം മൂടികൾ. ഉണരട്ടെ
ഉഷസ്സു പോലെ ഉണരട്ടെ ഉപാസന ഉപാസന ഇതു ധന്യമാമൊരു ഉപാസന. ഇതിന്റെ പേരും പാട്ടെന്നാണോ? ഇനി ഞാൻ പാടാം. വേണ്ട, ഇനി ആരും പാടണ്ട. അങ്ങനെ ആക്ഷേപിക്കാൻ മാത്രം അത്രയും മോശമായിട്ടൊന്നുമല്ല ഞാൻ പാടിയത്. കൃഷ്ണൻകുട്ടി, ഞാൻ പാടുന്നില്ല. അതല്ല, നമുക്ക് മുറിയിലേക്ക് പോവാം. വരും. ആരാ? ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല. എന്താ? പറയാം. ആണുങ്ങളില്ലാത്തോടത്ത് ആണിനെയും പെണ്ണുങ്ങളില്ലാത്തോടത്ത് പെണ്ണിനെയും ഉണ്ടാക്കി കൊടുക്കലാണ് എന്റെ ജോലി. ആ ജോലി ഇവിടെ വേണ്ട. അതിപ്പോ പറഞ്ഞതിന് 1 മണിക്കൂർ മുമ്പേ എത്തിയല്ലോ. എന്തൊരു കൃത്യനിഷ്ഠ. അല്ല, ഞാൻ ഫോൺ കിട്ടി ഉടനെ പുറപ്പെട്ടു. ഞാനാണ് ഫോൺ ചെയ്തത്. നമ്മളാരാ? കൃഷ്ണൻകുട്ടി തൃപ്പൂണിത്തുറ. എന്താ കാര്യം? അത് സംഗതി സീക്രട്ടാണ്. എന്ത് സീക്രട്ട്? ഇതൊക്കെ നാട്ടടപ്പുള്ള കാര്യല്ലേ? പതുക്കെ പറ. ഇയാൾ എന്തിനാ ഒച്ച എടുക്കുന്നേ? അതെ, ഒച്ച വെച്ചാലേ തൊള്ള തുറക്കൂ. അതുകൊണ്ടാ ഒച്ച വെക്കുന്നത്. പാലടച്ചേക്ക്. ഇയാൾ വന്നേ, മേളിലോട്ട് പോവാ. ഇയാൾ കൈ വിട്ട് കാര്യം പറഞ്ഞ രഹസ്യമായ ഏർപ്പാടാണ്. എന്നാ നമുക്ക് റേസ് ചെയ്യാം. ആരും അറിയില്ല. അതെ, രഹസ്യമായി തന്നെ ഇരിക്കണം. പറ്റിയ ആള് കയ്യിലുണ്ട്. എന്തുകൊണ്ടും നല്ലതാ. ഇനി വേറെ ആരും വേണ്ട, നിങ്ങൾ തന്നെ മതി. അല്ല, ഞാനോ? എന്തിന്? ഇവിടുത്തെ 2 കുട്ടികളെ പാട്ട് പഠിപ്പിക്കാൻ. പാട്ടോ? പാട്ട് സംഗീതം എന്നൊക്കെ പറഞ്ഞ എന്താ? സംഗീതം ഞാനേറ്റ് ഒരു ബന്ധുവില്ല. അയ്യോ, എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. അല്ല, ഞാൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഇതൊരു വാശിയുടെ പ്രശ്നമാണ്. വിധിയുടെ ബലിയാടുകളായ കണ്ണും കാതും ഇല്ലാത്ത 2 പാവപ്പെട്ട കുട്ടികളുടെ അവസാനത്തെ ആശയാണ്. മറുത്തു പറയരുത്. കേവലം 3 പാട്ടുകൾ 3 ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. 3000 രൂപ ഞാൻ പ്രതിഫലം മേടിച്ചു തരാം. തൃപ്പൂണിത്തുറ കൃഷ്ണൻകുട്ടിയാണ് പറയുന്നത്. 3000 രൂപ ഞാൻ മേടിച്ചു തരാം. ഇനി പറ്റില്ല എന്ന് പറയല്ലേ. സംഗീതത്തിന്റെ അവതാരമാണങ്ങ്. എന്തേ, മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്നുകൂടെ കേട്ടോളൂ. ഭാഗവതര് പാട്ട് പഠിപ്പിക്കാ. ഭാഗവതരോ? ഇവനോ? കല്യാണ പാട്ട് പഠിപ്പിക്കുന്നോ? സത്യത്തിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. ആണോടാ? ഇയാളുടെ മട്ടും പടുതിയും കണ്ടപ്പോ ഭാഗവതരാണെന്ന് എനിക്ക് തോന്നി. എന്റെ ഒരു തോന്നല്. കുറെ കാലായില്ലേ സംഗീതമായിട്ടുള്ള ടച്ച് വിട്ടുപോയി. തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? അത് റെഡിയല്ലേ? നമ്മളൊരു കാര്യം ഏൽപ്പിച്ച അത് നടന്നിരിക്കും. ധാരാളം കുട്ടികൾ എന്റെ കയ്യിലുണ്ട്. ഏത് ജാതി വേണം വെച്ചാ അത്. നല്ല കുടുംബവും കുട്ടി സൽസ്വഭാവിയായിരിക്കണം. അത് നിർബന്ധം. അങ്ങനെ അല്ലാത്തതിന് ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമോ? ആരാ? എന്താ? അക്കാദമിന്ന് അയച്ചതാ പാട്ട് പഠിപ്പിക്കാൻ. പാട്ടോ? ഇവിടെ ആർക്കും പാട്ടും കൂത്തൊന്നും പഠിക്കണ്ട. കൂത്ത് എനിക്കറിയില്ല. പാട്ട് പഠിപ്പിക്കാൻ ആള് വേണമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. അതാ വന്നത്. അത് ശരി. പഹന്മാര് നമ്മളടുത്ത് കറക്കേന്റെ കല്ലിപ്പോഴല്ലേ മനസ്സിലാകുന്നത്. സംഗീത ടീച്ചറാണല്ലേ? കല്യാണം കഴിച്ചിരുന്നു അല്ലേ? പറ്റിയ ആള്. കുട്ടി തിരിച്ചു പോയിക്കോ. ഇവിടെ ആർക്കും പാട്ട് പഠിക്കണ്ട. വിളിച്ചു വരുത്തിയിട്ട് വേണ്ടെന്ന് പറഞ്ഞയക്കുന്നത് ശരിയല്ല. ശരിയും തെറ്റൊന്നും കുട്ടി നോക്കണ്ട. സമയം പോയിക്കോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. ആർക്കാ തിരക്കില്ലാത്തത്? ഇത് കഴിഞ്ഞ് വേണം വേറെ 2-3 വീടുകളിൽ പോവാൻ. ചേടാ, പോവാൻ പറഞ്ഞപ്പോ ഇത് ന്യായം വിളമ്പുന്നു. ഡീസന്റ് ആയിട്ട് സംസാരിച്ചൂടെ? ഓ, ഇനിയിപ്പൊ ഡീസൻസി കൂടി പഠിപ്പിക്കാൻ പോകുക. ഇറങ്ങി പോകുന്നു, പിടിച്ചു പുറത്താക്കണം. അപ്പോ പാട്ട് പഠിപ്പിക്കണ്ട? അത് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ. പിന്നെന്തിനാ ഫോൺ ചെയ്ത് വരുത്തിയത്? അതൊരു തമാശയായിട്ട് കരുതിയാൽ മതി. തമാശ കളി. വിളിച്ചു വരുത്തിട്ട് അവമാനിക്കാണോ? ഞങ്ങൾക്കുണ്ട് യൂണിയനൊക്കെ. എന്നാൽ ഒരു കാര്യം ചെയ്യും. ഇവിടെ വന്നതിനും ഇത്രയും സമയം നഷ്ടപ്പെട്ടതിനും എത്ര കാശ് നഷ്ടപരിഹാരം വേണമെന്ന് വെച്ചാ പറ, അത് തരാം. നിങ്ങളുടെ ഓശാരൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ഓ, ഇതൊരു പുലിവാലായ. എന്തിനൊരു ന്യായം വേണ്ടേ? ഈ കുട്ടി ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇന്നൊരു ദിവസം പാട്ട് പഠിപ്പിക്കട്ടെ. മോശമാണെന്ന് തോന്നിയാ തിരിച്ച് അക്കാദമിക്ക് തന്നെ അയക്കാം. എന്താ അത് ന്യായം? ശരി. പിന്നെ ഒരു ദിവസം തികച്ചും പാട്ട് പഠിപ്പിക്കണമെന്നില്ല. 1/2 മണിക്കൂർ അത് മതി. സാറ് ഒന്ന് കണ്ടാലേ ഞാനാ പെടുക. പിന്നെ കൂടുതൽ നേരം ഒന്നും ഇവിടെ കിടന്ന് ചുറ്റി കറങ്ങരുത്. ഉടനെ സ്ഥലം വിട്ടോണം.
ഉണ്ണി ബാല, ടീച്ചർ എത്തി. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചോളൂ. ഈ പാട്ടുപഠിത്തത്തിലൂടെ എല്ലാ കുറവും തീരും. ടീച്ചർ പാടാൻ തുടങ്ങുമ്പോ മതി ഈ ശ്രദ്ധ. ടീച്ചർക്ക് ജോലി അത്ര എളുപ്പമാവില്ല. ഈ ബാലന് കാത് കേൾക്കില്ല. ഉണ്ണിയുടെ കാര്യം പ്രശ്നമല്ല, കണ്ണ് മാത്രമേ കാണാതുള്ളൂ, ബാക്കിയെല്ലാം പെർഫെക്റ്റാ. എങ്കിൽ പിന്നെ കൃഷ്ണൻകുട്ടി പൊയ്ക്കുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അല്ല, ഞാനിവിടെ മൂപ്പൻ ഞങ്ങളുടെ ബന്ധുവൊന്നുമല്ല, ഇവിടുത്തെ സർവന്റാ. പോയിക്കോളൂ, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരൂ. ചുരുക്കി പറഞ്ഞ കണ്ണു പൊട്ടനും ചേടനും പാട്ട് പഠിക്കണം. എന്തെങ്കിലും ആവട്ടെ. ഇരിക്കുന്ന കണ്ടില്ലേ രണ്ടെണ്ണം. തുടങ്ങാം. തുടങ്ങാം. ആയു ഈയൊന്നുമല്ല, ആദ്യം നീ ശ്രദ്ധിക്ക്. ചേടാ, ഇത് വല്ലാത്ത പുലിവാലായല്ലോ. അപ്പോഴേ അങ്ങ് തിരിച്ചു പോയാ മതിയായിരുന്നു. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ചൂട് കൂടുതലാണോ? നല്ല കടുപ്പമുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഊണൊക്കെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം. ചേട്ടൻ എവിടെ ഒറ്റയ്ക്കാ? എന്താ പേര്? അഞ്ജലി. കൂടുതലായോ മധുരം? മധുരിമ. നല്ല പേര്. മധുരിമ ഉണ്ടാക്കിയ കാപ്പിക്ക് നല്ല മധുരം. എടോ, ഈ കല്യാണം മുടങ്ങിയെന്ന് വെച്ച് താൻ ഈ പറയുന്ന ഗുണമൊന്നും എനിക്കില്ല. ഒന്ന് മിണ്ടാണ്ടിരി സാറേ, ഗുണമൊക്കെ ഉണ്ട്. മറ്റേ സാറിന് കൂടുതൽ നാളൊന്നുമില്ല. 2 അറ്റാക്ക് കഴിച്ചിരിക്കല്ലേ. അയാളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഈ പിള്ളേരൊക്കെ നോക്കേണ്ട സാറല്ലേ. കണ്ണൂട്ടിനും ചെവിടിനും നോക്കാന്ന് പറഞ്ഞാൽ അവരുടെ കോടിക്കണക്കിന് ആസ്തികളൊക്കെ സാറ് തന്നെയല്ലേ നോക്കണ്ടേ. സാറല്ലേ നോക്കാന്ന് പറഞ്ഞാൽ അതങ്ങനെ. താൻ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കൊന്നും കടക്കണ്ട. കല്യാണം കലക്കാനുള്ള ഒരു വഴി താൻ പറ. തനിക്കും ഗുണമുണ്ടെന്ന് കൂട്ടിക്കോ. അല്ല, ഒന്നും പറഞ്ഞില്ല. പതുക്കെ മതി, പതുക്കെ മതി. എന്ത് പറഞ്ഞില്ല എന്നാ സാറ് പറഞ്ഞ്? എടോ, കല്യാണത്തിന്റെ കാര്യം. ആരുടെ കല്യാണം? അതെങ്ങനെ? ഇപ്പൊ തന്നെ 5 പെഗ്ഗായി. എത്ര കുടിച്ചാലും എന്റെ ഓർമ്മ തെറ്റില്ല. 4 പെഗ്ഗേ ആയിട്ടുള്ളൂ. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കല്ലേ, 5 പെഗ്ഗുമായി. എന്നാ തർക്കം വേണ്ട, നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഹലോ, ഒരു ചിക്കൻ ബിരിയാണി, ഒരു ബിരിയാണി കൊടു. അപ്പോ നമ്മൾ പറഞ്ഞ കാര്യം? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്? എടോ, കലക്കുന്ന കാര്യം. സോറി, ഞാൻ മറന്നുപോയി. അതിന് വഴിയുണ്ട്. നമുക്ക് ഒരു ഡോക്ടറെ കാണിച്ചാലോ? എന്തിന്? കലക്കാൻ. എന്ത്? ഗർഭം. എടോ,
കണ്ണുപൊട്ടന്റെയും ചെകിടന്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരും ഗർഭിണികളാണോ? ഛെ, അവർ പുരുഷന്മാരല്ലേ? എടോ, താൻ എന്തെങ്കിലും ഒരു വഴി പറ. പറയാം പറയാം യെസ് പറയാം. യെസ് വൃത്തിക്കല്ല അവൻ്റെ അകത്തേക്ക് കയറ്റണ്ട. സാറേ, പടച്ചോനാണ് സാർ എന്നെ വിശ്വസിക്കണം. പഴയ മാതിരി ഒന്നല്ല, കംപ്ലീറ്റ് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. 10-15 വർഷമായിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ. ഇപ്പം നടത്തന്ന അവര് പറയുന്നത്. ഇന്ന് മുഹൂർത്തം ഇല്ലാത്തതുകൊണ്ട് അല്ല, ഇന്ന് തന്നെ നടത്തായിരുന്നു. അത്ര നല്ല സെറ്റപ്പാ. ആ ഉണ്ണിയുടെ കാര്യത്തിനല്ലേ? അതെ. തീരുമാനിച്ചല്ലോ. എങ്ങനെ മനസ്സിലായില്ല? ഞങ്ങളിപ്പോ ആ കാര്യ പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് ശരി, പുതിയ ബ്രോക്കറാണല്ലേ? അല്ലല്ല, ഉണ്ണി വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനാ. നമസ്കാരം. ബാല, ആരോ വരുന്നുണ്ട്. കൊള്ളാം, രണ്ടുപേരുടെയും കൂടെ ആദ്യ രാത്രി ഒരു മുറിയിലോ? പാടില്ല. ബാല, എഴുന്നേക്ക്. നിനക്ക് വേറെ മുറി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ജാസ്മിൻ ഫ്ലവേഴ്സ് ഉൾപ്പെടെ. ചേട്ടനെ വിട്ട് ഞാൻ എങ്ങും വരുന്നില്ല. അവന് വിഷമം കാണും. ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ ഒരു കട്ടില്ല കിടന്നുറങ്ങുന്നത്. ചേട്ടനോടൊപ്പമുള്ള ഉറക്കം ഇന്നലത്തോടെ തീർന്നു. ക്ലോസ്. ചെല്ലു ബാല, എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി. വാടാ വാടാ കണ്ണ. വലിയ വലിയ ചിന്തകന്മാർ പറഞ്ഞിട്ടുള്ളത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് താഴെ വീണ് കണ്ണാടി ഉടഞ്ഞു പോകും. നമ്മൾ ഇപ്പൊ കണ്ണാടിയും വെച്ചോണ്ട് അകത്തോട്ട് ചെന്നാ അവള് വിചാരിക്കും എനിക്കും കണ്ണ് കണ്ടുകൂടാന്ന്. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കണം. അതല്ല, അത് ശരി. ഞാൻ പോണോ? പോണം. പോ പോ പോ. നിമിഷത്തിന്റെ നിർവൃതിയിൽ നീ ഒരാവണി തെന്നലായി മാറി എൻ പ്രാണനായകനെ എന്ത് വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്ത് പേര് വിളിക്കും. ആര്, കൃഷ്ണൻകുട്ടിയാ? അതെങ്ങനെ മനസ്സിലായി? ആ വൃത്തികെട്ട ശബ്ദം കേട്ടപ്പോ മനസ്സിലായി. ഞാനൊന്നും ചോദിക്കുന്നില്ല. ഇന്നലത്തെ സംഭവങ്ങളെല്ലാം വിശദമായിട്ട് എന്നോട് പറഞ്ഞോളൂ. എന്ത് സംഭവം? സംഗതി സക്സസ് ആയല്ലോ അല്ലേ? എഴുന്നേറ്റ് പോയി മുഖവും പല്ലൊക്കെ തേച്ചിട്ട് പാടും. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ മനസ്സിലായി? അത് അടുത്ത് വന്നിരുന്നപ്പോ തന്നെ മനസ്സിലായില്ലേ? ഇന്നിവിടെ ചായ ഒന്നും ഉണ്ടാക്കില്ലേ? ആള് കൂടിയാ പാമ്പ് ആവില്ലെന്ന് പറയുന്ന പോലെ പുതിയ പെണ്ണുങ്ങൾ 2 വന്നു. പക്ഷെ ഒരാളിനെ ഒരാവശ്യത്തിനും കാണില്ല. പാമ്പിന്റെ കാര്യം വിടുവാല. ആദ്യ രാത്രിയെ കുറിച്ച് പറ. വാദ്യക്കാർ ഇന്നലെ പോയില്ലേ? അയ്യോ, കാലത്തെ തുടങ്ങി. വാദ്യക്കാരല്ല, ആദ്യ രാത്രി മുടിഞ്ഞ് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് പറ. വിശദമായിട്ട് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം, വേണ്ട ഉപദേശങ്ങൾ തരാം. പറ പറ പറ. കാലത്തെ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളുടെ എല്ലാ പണികളും നോക്കുന്നതാണല്ലോ എന്റെ പണി. ഒന്ന് പോടോ. എന്റെ എത്ര ദേഷ്യം ഒന്നും നടന്നില്ലേ? നടക്കുമ്പോ പറയാം. ചുമ്മാതല്ല കാത് കേക്കാത്ത. എന്താ എന്താ? അല്ല, ബാല ഒരു പാവമാണെന്ന് പറയായിരുന്നു. എവിടെ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനങ്ങ് മുകളിലേക്ക് വരുമായിരുന്നല്ലോ. അമ്മാവ, യാത്രയൊക്കെ സുഖമായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ അമ്മാവൻ പറയും. ഞാൻ കൃഷ്ണൻകുട്ടിയാണ്. ഇതാണ് അമ്മാവൻ. അമ്മാവ, യാത്രയൊക്കെ സുഖമായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. കുടിമോളെ, ഈ ബാഗും കൊടയും ചേച്ചി പറയുന്ന മുറി കൊണ്ട് വെക്കേ. കുറച്ചു ദിവസം ഇവിടെ താമസിക്കണമെന്ന് ശ്രീധരൻ നായർക്ക് ഒരേ നിർബന്ധം. സുഖമില്ലാതെ ഇരിക്കുന്ന ആളല്ലയോ, ധിക്കരിക്കണ്ടെന്ന് ഞാനും വിചാരിച്ചു. അതിനെന്താ, അമ്മാവൻ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാമല്ലോ. അതെനിക്ക് അറിഞ്ഞൂടെ, എന്റെ മോന്റെ വീടല്ലയോ ഇത്? അതെ, വലിയ വീടാണ്, നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. മറ്റു ബന്ധുക്കളെ അയൽക്കാരെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് വരാത്ത എന്തേ? നല്ല ജോളിയായിട്ട് ഇവിടെ താമസിക്കായിരുന്നല്ലോ. ഏതാ ഇവൻ? അന്ന് കല്യാണത്തിനും കണ്ടല്ലോ. ഞാൻ കൃഷ്ണൻകുട്ടി തൃപ്പൂണി. ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരാളാ അച്ഛൻ ദേവ് തോന്നിട്ട് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്.
കൃഷ്ണൻകുട്ടി എല്ലാവർക്കും സ്ക്വാഷ് കലക്കി കൊടുക്കണം. അമ്മാവൻ വാ. ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരാള് സ്ക്വാഷ് അല്ല വിഷം കലക്കി തരാൻ ഞാൻ. എന്റെ ദൈവമേ, ഇത് ഞാനാ. ഇതോ ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന ചീത്തയായി പോകുന്ന സാധനമാണ്, അതുകൊണ്ടാ. എന്നാലേ ഇത് ഉപയോഗിക്കേണ്ട ഇങ്ങനെയല്ല. ഇവിടെ എന്താ ഒരു ഒച്ച കേട്ടത്? ഒന്നുമില്ല ഒന്നുമില്ല. നീ പോയി കുറച്ച് തണുത്ത വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് വയ്ക്കേ. എങ്കിലതൊന്ന് അറിയണമല്ലോ, നമ്മുടെ നാടൻ പട്ടയാണോ യവനാണോ കൂടുതൽ വമ്പനെന്ന്. ഓ, അതറിയാനാണോ അമ്മാവൻ അച്ഛന്റെ സ്കോച്ച് എടുത്തത്? അച്ഛനാ? ഇതെന്റെ മരുമോന്റെ ആണോ? കേട്ടോ ഉണ്ണി, ചില അലവിലാദികള് ഈ വീട്ടിൽ ആവശ്യമില്ലാതെ കിടന്ന് കറങ്ങുന്നുണ്ട്. ശരിയാ ഉണ്ണി, ചില അലവലാദികളെ ഒതുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. എടാ, നീ ആർക്കിട്ടാ വയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണ്ട. കൃഷ്ണൻകുട്ടി, എന്റെ അമ്മാവനും കുടുംബത്തിനും ഇവിടെ ഒരു കുറവും വരാൻ പാടില്ല. നീ നോക്കിക്കോളണം. നോക്കിക്കൊണ്ടിരിക്കുകയാണേ. എല്ലാം തന്നെത്താൻ എടുത്ത് അടിക്കാൻ കെൽപ്പുള്ളവനാണ് അമ്മാവൻ. ഇപ്പൊ ഇട്ടിരിക്കുന്നതന്നെ എന്താണെന്ന് അറിയാവോ? അച്ഛന്റെ ഗൗൺ. നല്ല ചേർച്ച. വെള്ളരിക്കാത്തോട്ടത്തിൽ കമ്പേ കുത്തി നിർത്തിയാൽ കണ്ണു വിടുകയല്ല. എടാ തെണ്ടി, എന്നെയാണ്. സൂക്ഷിച്ച് സംസാരിക്കണം പറഞ്ഞേക്കാം. കൃഷ്ണൻകുട്ടി, ഓ, എഴുന്നേറ്റ് പോയി എന്റെ തുണിയൊക്കെ ഇസ്ത്രി ഇട്. എത്ര ഓവറായ അമ്മച്ചി, എത്ര ഓവറായെന്ന്. ഇന്നിപ്പോ അധികം ആരും ഓവറായിട്ടില്ല. പിന്നെ കപിൽ ദേവ് രാവിലെ സ്വല്പം ഓവറായി. ഇവിടെ കപിൽ ദേവ് സൊപ്പ് ഓവർ, അവിടെ കെട്ടിയോ മുടിഞ്ഞ ഓവർ. ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണി. ആരോഗ്യത്തിന് വളരെ നല്ലതാ. ഈ അറബികളുണ്ടല്ലോ, അവർ ഇതാ കഴിക്കുന്നേ. അതെ, നമ്മുടെ വീട്ടില് ദിവസവും ഇത് തന്നെയാണോ? എന്ന് വെച്ചോ. അല്ല, ഈ ബ്രേക്ക്ഫാസ്റ്റിന് എങ്ങനെ കഴിക്കും? രാവിലെ ഇതൊക്കെ എങ്ങനെ കഴിക്കുമെന്ന് കുറച്ച് ഇതും കൂടെ ചേർത്താൻ കഴിച്ചാ മതി. ഇത് മാത്രമല്ല, ചിക്കൻ ഒലത്തിയതും മട്ടൻ വിളയിച്ചതും ഇപ്പൊ എത്തും. അതിനൊക്കെ കൂടി ഈ ജാം തികയും അമ്മച്ചി. എന്താ എന്താ ഇവിടെ ഒരു ശബ്ദം? പ്ലേറ്റ് കഴുകാൻ പറഞ്ഞിട്ടേ വേലക്കാരിക്ക് വയ്യാന്ന്. അതുകൊണ്ടത് മുഴുവൻ ഉടച്ചോ? ഞാനതെല്ലാം കൂടി കഴുകുന്ന പെട്ടിക്കകത്തിട്ടു. അയ്യോ, വാഷിംഗ് മെഷീനകത്തോ? അയ്യോ അയ്യോ, എന്താ എല്ലാം കഴുകുന്ന യന്ത്രമല്ലേ ഇത്? എന്റെ ദൈവമേ. അയ്യോ, ഇനി ഒരു കാര്യം ചെയ്യും. ഇതിന്റെ പുറകിലൊരു കുഴലുണ്ട്. അതുവഴി ഈ കുഴമ്പ് രൂപത്തിലൊരു സാധനം ഊറി വരും. അത് കുണ്ടറ കളിമൺ ഫാക്ടറിക്ക് അയച്ചുകൂടെ. അവര് പ്ലേറ്റ് ആക്കി തിരിച്ചയച്ചു തരും. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. വേണ്ട, തൊലഞ്ഞു. ഞാനേ നോയിക്കുന്നു. വന്ന വരവ് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇത് നല്ലതിനല്ലെന്ന്. എന്റെ സ്വന്തം അമ്മാവിനും അമ്മാവിയും ആയിരുന്നേല് രണ്ടെണ്ണത്തിനെ കഴുത്തിന് പിടിച്ചാൻ പുറത്ത് കളയേനെ. തുണി അലക്കുന്ന യന്ത്രത്തിനകത്താണോ പ്ലേറ്റ് എഴുതുന്നത്? എന്താ കൃഷ്ണൻകുട്ടി, ഇയാൾ ഈ പൊട്ട കണ്ണടയും വെച്ച് ധൃതരാഷ്ട്ര പോലെ ഇവിടെ തന്നെ ഇരുന്നോ? ഇത്രയും സംസ്കാരമില്ലാത്തൊരു കിളവിനെ ഞാൻ കണ്ടിട്ടില്ല. മൂക്കുമുട്ട ചിക്കനും തിന്ന് ബാത്റൂമിലേക്ക് ഒരു പോക്ക. ഞാൻ നോക്കുമ്പോഴുണ്ട് യൂറോപ്യൻ ക്ലോസറ്റിന്റെ മേളിൽ ഒറ്റക്കാലി ഇങ്ങനെ നിൽക്കുക. ഇയാളൊരു കുച്ചുപ്പൊടി വിദഗ്ധനോ? അച്ഛന്റെ സ്കോച്ച് മുഴുവൻ അടിച്ചു തീർത്തു. പോരാത്തതിനൊക്കെ പട്ടച്ചാരായം വേണമെന്ന്. അതും എന്നോട് വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ മേലാകെ ചൊറിഞ്ഞു വന്നു. സാറ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് ആ ലോണിലെ പുല്ല്. ഞാൻ തടഞ്ഞില്ലായിരുന്നു, അയാൾ ചെത്തി നിരപ്പാക്കിയേനെ. ഗീതയുടെ അച്ഛന്റെ കാര്യമാണോ കൃഷ്ണൻകുട്ടി പറയുന്നത്? പിന്നെ എന്റെ അച്ഛനാണോ ഇവിടെ താമസിക്കുന്നത്? ഉണ്ടായിരുന്ന വീടും പറമ്പും വിറ്റിട്ട് ഇയാൾ പെട്ടിയും പടക്കായിട്ട് ഇങ്ങോട്ട് വന്ന എന്തിനാണ്? ഉണ്ണി, ഇതൊന്നും നല്ലതിനല്ല. ആരെയും നിലക്ക് നിർത്തണം. അമ്മാവിനെയും കുടുംബത്തിനെയും ഇന്ന് എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. ഉണ്ണിക്ക് വയ്യേ പറ, ഞാൻ ചെയ്യാം. കുടുംബം കുളം തോണ്ടും, കുടുംബം കുളം തോണ്ടും. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. അതെ, വേദന സഹിക്കുന്നില്ല. വീണു. എവിടെ വീണു? എവിടെയൊക്കെയോ വീണു. മേലാസകളും കുഴമ്പ് വെച്ച് കുളിക്കണം. അയ്യോ. കൃഷ്ണൻകുട്ടി ചേട്ടാ, എന്താ സിസ്റ്ററെ? അമ്മയ്ക്ക് സുഖമില്ല, ഒന്നും മിണ്ടുന്നില്ല, കണ്ണു തള്ളിയിരിക്കുന്നു. മുഴുവൻ ഇങ്ങ് വെളി വന്ന ചേട്ടൻ വന്നൊന്ന് നോക്ക്. കയ്യെന്ന് വിട്. അയ്യോ, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ? തട്ടിപ്പോയെങ്കിൽ ആ പെണ്ണിന്റെ അഹങ്കാരം കുറെ കുറഞ്ഞാണ്. അതെങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾ കുറെ കാലം കിടക്കില്ല ഉണക്ക കിസ്മിസ് പോലെ. അമ്മായി, എന്തു പറ്റി അമ്മേ? അവക്ക് നല്ല സുഖമില്ല. താൻ പോയി വേഗം ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വാ. പ്രഷർ ആണെന്നാ തോന്നുന്നേ. എങ്ങനെ വരാതിരിക്കും? ചിക്കൻ 65, ചിക്കൻ ചില്ലി, ചിക്കൻ ജിഞ്ചർ, ചിക്കൻ തിക്ക, ചിക്കൻ കബാബ്, ഇതൊന്നും പോരാഞ്ഞിട്ട് ചിക്കൻ പുലാവും മട്ടൻ വിളയിച്ചതും, ചക്കപ്പുഴുക്കും പഴങ്കഞ്ഞി ഉണക്കമീന്തലേം തിന്ന് കിടന്ന പാർട്ടീസ്, ഇതെല്ലാം വലിച്ചു കയറ്റിയ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ വന്ന ശേഷം ഒരൊറ്റ കോഴി പോലി പരിസ്ഥിതി ജീവനോടില്ല, അറിയാവോ? തനിക്ക് ഒരു ഡോക്ടറെ വിളിച്ചോണ്ടാൻ പറ്റുമോ? എന്താ? തനിക്ക് ഒരു ഡോക്ടറെ വിളിച്ചോണ്ടാൻ മനസ്സുണ്ടോന്ന്? എനിക്ക് മനസ്സില്ല. മനസ്സില്ല മനസ്സില്ല മനസ്സില്ല.
എന്താ എന്തിനാ കൊടിമോൾ ബഹളം വെച്ചത്? എനിക്കറിഞ്ഞൂടാ. ആർക്കോ സുഖമില്ലെന്ന് പറയുന്നത് കേട്ടു. ഒന്നുമില്ല. അമ്മായിമ്മയ്ക്ക് ഒരു ചെറിയ ഗ്യാസ് ട്രബിൾ. എന്നോട് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, 2-3 ഗ്യാസ് ഗുളികൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. അയ്യോ, അമ്മയ്ക്ക് പണ്ടേ പല അസുഖങ്ങളുള്ളതാ. ഡോക്ടറെ വിളിക്കാൻ പറ ഉണ്ണിയേട്ടാ. ഒരു ഡോക്ടറെ വിളിക്ക് കൃഷ്ണൻകുട്ടി. ഞാൻ എന്തിനു വിളിക്കണം? ഭർത്താക്കന്മാരെ കയ്യിലെടുക്കാനും ആണുങ്ങളെ തല്ലാനും കഴിവുള്ള ഒരു മോളുണ്ടല്ലോ അമ്മായിയമ്മയ്ക്ക്. എന്ന് വിളിക്കാൻ പറയണം. ഡോക്ടർ അല്ല, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇളകിഞ്ഞു പോരും. എങ്ങോട്ടാ? ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. വേണ്ട, അമ്മായിയമ്മ അന്വേഷിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അല്ല, ഗീത എന്ത് വിചാരിക്കും? വായു കോപമാണെന്ന് വിചാരിക്കും. നേരെ മേളിലേക്ക് കയറിപ്പോ. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല, കയറിപ്പോണം. ഓ, ഞാൻ പുറകെ വന്നേക്കാം. ഇങ്ങനെയുള്ള കഞ്ഞി ഭർത്താക്കന്മാരാണ് ഞങ്ങൾ ആണുങ്ങളുടെ അന്തസ് കളയുന്നത്. നല്ല സമയം. ഇനി ഇവിടെ വല്ലതൊക്കെ നടക്കും. ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അല്പം താമസിച്ചു. പെട്ടിങ് തന്നെ. നീ ഇതുവരെ പോയില്ലേ? ഇല്ല. ആവശ്യമില്ലാത്ത വേലക്കാരെ പറഞ്ഞു വിടണമെന്ന് ഞാൻ മോളോട് പ്രത്യേകം പറഞ്ഞതാ. 2-3 ദിവസം ഇവിടെ കാണുമല്ലോ. 2-3 അല്ല, സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ? സന്തോഷം. ചേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങൾ വ്യക്തമായി പറ. ബാല, നിന്റെ ഭാര്യയുടെ പോക്ക് തീരെ ശരിയല്ല. അതിന് എന്റെ ഭാര്യ എവിടേക്കും പോയിട്ടില്ലല്ലോ. നീ നിന്റെ ഭാര്യയെ മര്യാദ പഠിപ്പിക്കണം. എന്താ? ഭാര്യയെ മര്യാദ പഠിപ്പിക്കണമെന്ന്. ആവശ്യത്തിനുള്ള മര്യാദയൊക്കെ അവള് പഠിച്ചിട്ടുണ്ട്. ബാല, തർക്കുത്തരം പറയാൻ നിൽക്കണ്ട. തട്ടിക്കളയൊന്നോ? അത്രക്കായോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്റെ ഭാര്യയെ നിന്റെ ഭാര്യ ബഹുമാനിക്കണം. അതിന് നീ മുൻകൈ എടുക്കണം. ഓ, അങ്ങനെ. ആട്ടെ, എങ്ങനെ ബഹുമാനിക്കണമെന്നാ? ചേട്ടന്റെ ഭാര്യ വരുമ്പം എന്റെ ഭാര്യ സ്കൂൾ ടീച്ചറെ കാണുമ്പം കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കണോ? നീ എന്നെ ബഹുമാനിക്കുന്നില്ലേ? അതേപോലെ എന്റെ ഭാര്യയെ നിന്റെ ഭാര്യയോട് ബഹുമാനിക്കാൻ പറയടാ. ചേട്ടനെ ഞാൻ ബഹുമാനിച്ചെന്നോ? ബഹുമാനിച്ചു. ആര് പറഞ്ഞു? ജീവിതത്തിൽ ഇന്ന് വരെ ചേട്ടനെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഇല്ല. ജീവിതത്തിൽ പല അവസരങ്ങളിലും നീ എന്നെ ബഹുമാനിച്ചിട്ടുണ്ടടാ. എവിടെ വെച്ച്? ഒരു സ്ഥലം പറ, ഒരു സ്ഥലം പറ. ബാല, നീ അതിരെ കിടക്കുന്നു. എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനെ ബഹുമാനിക്കേണ്ടെന്ന ഗതികേട് എന്റെ ഭാര്യയ്ക്കില്ല. ആരാടാ വലിഞ്ഞു കയറി വന്നത്? എടാ, ആരാടാ വലിഞ്ഞു കയറി വന്നതെന്ന് എടാ നിന്നോടാ ചോദിച്ചത്. എന്താണ് നീ മറുപടി ഒന്നും പറയാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എടാ, അയ്യോ അമ്മേ. ആരാന്നാ ചോദിച്ചത്? വക്കീൽ സാറല്ലേ? അതെ. ഇങ്ങ എണീറ്റ് വന്നേ, നമുക്ക് അകത്ത് പോയിരുന്ന് സംസാരിക്കാം. ഇവിടുന്ന് ആരെങ്കിലും കാണും. എന്റെ കോട്ട്. കോട്ട് കൂടി എടുത്തോ. പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോ ശ്രീധരൻ നായരുടെ മൂത്ത മകൻ ഉണ്ണികൃഷ്ണൻ, അതായത് നിങ്ങളുടെ മരുമകൻ, ഷെയർ ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം അച്ഛനെതിരായിട്ട് നോട്ടീസ് അയക്കണം. അത്രല്ലേ ഉള്ളൂ. നോ പ്രോബ്ലം. പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? അവന് കണ്ണ് കാണാൻ പാടില്ല. കണ്ണല്ലേ കാണാൻ പാടില്ലാതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം കാണാമല്ലോ. എന്താ? കയ്യും വെല്ലം ഉണ്ടല്ലോ, ഒപ്പിടിക്കാമല്ലോ. ഒപ്പിടിക്കാ, പക്ഷെ കണ്ണ് കാണാൻ പാടില്ലാത്തവന്റെ ഒപ്പിന് വിലയില്ലെന്ന് നിയമം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമമുണ്ടോ? ഉണ്ടോ? കണ്ണും കയ്യില്ലാത്തതായിട്ടുള്ള എത്രയോ പേരെ കൊണ്ട് ഒപ്പിടിച്ചിരിക്കുന്നു ഞാൻ. കാലുകൊണ്ട് ഒപ്പിടിക്കാമല്ലോ. പിന്നെ അപ്പോ കേസിന്റെ കടലാസുമൊക്കെ ഞാൻ നാളെ ശരിയായിക്കോളാം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് എന്റെ ഓഫീസിലോട്ട് വരണം. വരാം. ഫീസുമായിട്ട് വരാം. ഓക്കേ. യെസ് യെസ് യെസ്. നമസ്കാരം. നമസ്കാരം. ശ്രീധരൻ നായരുടെ 2ാമത്തെ മകന്റെ ഭാര്യയുടെ അച്ഛൻ. ഇത് ഭാര്യ. നമസ്കാരം. നിങ്ങൾക്ക് കേസൊന്നും ഇല്ലേ? എന്ത് കേസ്? വെറുതെ മീശയും പിരിച്ചെടുത്തിട്ട് കാര്യമൊന്നുമില്ല. മോള് വഴിയാധാരായി പോവും. മൂത്ത മോൻ കേസ് കൊടുക്കാൻ പോവാ. ഉള്ള സ്വത്തല്ലാങ്ങ് പോവും. പിന്നെ പേരിനൊരു മരുമോൻ. അനുഭവിക്കാനുള്ള യോഗം വേണമേ. അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. എന്റെ മരുമകനും ശ്രീധരനാരുടെ മകൻ തന്നെയാ. പാതി സ്വത്തിന്റെ അവകാശം അവനുള്ളതാ. ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ആരും കരുതണ്ട. ഞാനും കേസ് കൊടുക്കും. അത് ബുദ്ധി. വാട്ട് ദ പോയിന്റ്? ഇനി വക്കീലിനെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താ? അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ ഉള്ളപ്പോ മറ്റൊരാളെ തേടുന്നതിന്? അതാരാ? ഞാനാ. നിങ്ങൾ അവരുടെ വക്കീലല്ലേ? ആര് പറഞ്ഞു? ഞാൻ അവരുമായിട്ട് തെറ്റി. അവര് ഭയങ്കര കഞ്ചൂസാ. ശരി. അപ്പൊ നാളെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് വേണ്ട 5 മണിക്ക് എന്റെ ഓഫീസിലോട്ട് വരിക. 5 മണി? അതല്ല, 5 മണിക്ക്. ഓ, ഓക്കെ ഓക്കെ. നമ്മൾ ഇവിടുത്തെയാണ്. അതെ. ഈ വീട്ടിലെ പ്രതി എവിടെ? പ്രതിയോ? അല്ല, ഓണർ. എന്താ കാര്യം? സംഗതി ജുഡീഷ്യലാ. അത് മനസ്സിലാക്കി. വാദിയുടെയും പ്രതിയുടെയും കേസ് ഒരുമിച്ച് പിടിച്ച് വാദിക്കാനല്ലേ ഉദ്ദേശം? അതെ. ഫീസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വാദിക്കുന്നില്ല. എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോഴേ
ഒരു സംശയം. സ്വന്തം തള്ള സ്വന്തം തന്തയ്ക്കെതിരെ വിവാഹമോചന കേസ് കൊടുത്താൽ ആ കേസും പിടിച്ചു വാദിക്കുമോ? അതിനെന്താ ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. വക്കീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. കുടുംബം കലക്കാൻ നടക്കുന്നു. കറുത്ത കോട്ട് കിട്ടോണ്ട് ട്രാക്കുള യവനെയൊക്കെ